നമ്മൾ ആരോഗ്യം പറയണം. പക്ഷേ എസ് കെ എന്താ ഇവിടെ നോക്ക് സ്കാൻ 43 BJP ഈ സമയത്ത് വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ 1 മിനിറ്റ് NSന്റെ ഒരു യൂട്യൂബ് സന്ദേശം വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതെ പറയുന്നത് ആരും ചിരിക്കരുത്. ഇല്ല ഞങ്ങൾ സീരിയസ് ആണ്. ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. അത് ഇത് ചിരിക്കരുത് ഈ കക്ഷി തന്നെ പറഞ്ഞിരിക്കുക. അതായത് ഈ സുനിൽ ഒരു കോമഡി പറഞ്ഞിരിക്കുക. എന്റെ കൊമേഡിയാ നമ്മളെ വെട്ടിലാക്കി കളഞ്ഞു. ഓക്കെ, ഏറ്റവും അവസാനം കക്ഷി നില ഇങ്ങനെ ഒരുപാട് ഡൽഹിക്കൊക്കെ CPM-നൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വിമർശനമായി CPM ഇടത് പാർട്ടികൾ കാണണമെന്ന ഒരു പറഞ്ഞതിന് ഏറ്റവും വലിയ സന്ദേശം ഇതായിരിക്കും. പറയാൻ പറ്റത്തില്ല. അപ്പോ ഡൽഹി വാർ 70 സീറ്റ് ആകെ ഏറ്റവും അവസാനത്തെ കക്ഷിയില്ല. ആപ്പ് 27, BJP 43. നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ ഓക്ലയിലെ കോൺഗ്രസ് ഒരു സീറ്റിലെ ലീഡ് നേടിക്കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഭിക്ഷാന്തേകി എന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയ ചാണക്യൻ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, എനിക്ക് ചിരി അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിന്റെ ആ അർത്ഥവ്യാപ്തി ഇങ്ങനെ ആലോചിച്ചു പോയി. അപ്പൊ എന്തായാലും ആഷ്മി, നമുക്ക് കോൺഗ്രസിന് ഓക്കല പോയി കിടക്കുകയാണ്. വരാം. ഏറ്റവും അവസാനം കക്ഷി കിട്ടുമ്പോ ഏറ്റവും അവസാനം കക്ഷി നില BJP 43, ആം ആദ്മി പാർട്ടി 27. വിജയകുമാർ, ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ബാംഗ്ലൂരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒന്നുമില്ലല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് ചീത്ത വിളിക്കാനായിട്ട് എടുക്കത്തില്ല. എന്ത് വില കൊടുത്ത് ഈ കോളിലെ ഡൽഹിയിൽ പല സീറ്റിലും കോൺഗ്രസ് രണ്ടാമതാണ്. വളരെ വ്യക്തമാണ്. ആപ്പ് വെച്ച് കോൺഗ്രസ് ആപ്പ് വെച്ച് കോൺഗ്രസ് നില മെച്ചപ്പെടുന്നു. അവിടെ ഇപ്പൊ ഉള്ളൊരു സീറ്റ് പോയെങ്കിലും പല സീറ്റ് രണ്ടാമതാവുന്ന പോളിംഗ് ശതമാനം അവരവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടാണ്. അപ്പൊ 47 ഇടത്ത് അതീഷ് പിന്നെ അത് പിന്നെ കാണിച്ചോണ്ടിരിക്കുക. അതീഷ് പിന്നിലാണ്. 47 സ്ഥലത്ത് കോൺഗ്രസ് BJP കുതിക്കുന്ന സമയത്ത് അതിശി പിന്നില്ലാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? അതിശയമായിരിക്കുന്നു. നമ്മള് കാര്യം ഓരോ നേതാവും കയറി വരുന്നത് പ്രോത്സാഹിപ്പിക്കല്ലേ നമ്മുടെ ജോലി. അപ്പൊ ഈ പാർട്ടിക്ക് രഹിതമായിട്ടല്ലേ അല്ലേ? എല്ലാ പാർട്ടിക്കാരും കൂടെ ഉണ്ട്, എന്നാൽ ഒരു പാർട്ടിക്കാരൻ മാത്രമല്ല. അല്ലേ? ഓക്കെ, പിന്നെ വാട്ട് എൽസ് യു വാണ്ട് മിസ്റ്റർ ആഷ്മി താജ് ഇബ്രാഹിം? ഓക്കെ, ഇബ്രാഹിം അപ്പൊ താജോ മനീഷ് സിസോദിയ മുന്നിൽ. കുറച്ചധികം നേരമായി പിന്നിലായി കിടന്ന മനീഷ് സിസോദിയ ജൻപുരയിൽ മുന്നിലായിരിക്കുന്നു. അപ്പൊ അത് ചെറിയ വാർത്തയല്ല, ന്യൂസ്. അപ്പൊ നമുക്ക് അല്ലെ, കുറച്ച് നേരമായി 23 മുടങ്ങുമ്പോൾ സിസോദിയ മുന്നിൽ എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. BJP 47 ഇടത്ത് 21 കസേരകളിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാകുമെന്ന സൂചന. പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, BJP ഒരു 4 സീറ്റ് കൂടി പിടിച്ചാൽ 50 സീറ്റ് ലീഡ് നേടും. 46 വലിയ തല തന്നെ പുറത്തു കാണിക്കാൻ. എന്റെ പൊന്നെ, പല BJPക്ക് 50 സീറ്റുകൾ കുറച്ചു മിണ്ടായിരിക്കാൻ വേണ്ടി BJPക്ക് 50 സീറ്റുകൾ പ്രൊഡിക്ട് ചെയ്ത് എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 50 സീറ്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഇല്ലാതില്ലെന്ന് പറയായിരുന്നു ഞാൻ. ഇല്ലാതില്ല ഉണ്ട്. അപ്പൊ 50 സീറ്റുകളിലേക്ക് BJP ഒരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. BJP 43 മണ്ഡലങ്ങളിൽ 27 എടുത്തും ആപ്പിന് 27, BJP 43. ഓക്കലയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിലെ പ്രശ്നം ഏറ്റവും പല നിർണായക സീറ്റുകൾ കോൺഗ്രസ് രണ്ടാമതുണ്ട്. അതിനർത്ഥം ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ ആപ്പ് കോൺഗ്രസിൽ പിടിച്ചുകൊണ്ടുപോയ വോട്ടുകൾ അവിടെ കോൺഗ്രസ് പയ്യെ തിരിച്ചു പിടിച്ചു തുടങ്ങി. അത് ആപ്പിനെ
ബിജെപി 50 സീറ്റുകൾ ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഞാൻ പറഞ്ഞ കളിയാക്കി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എസ് കെ 50 ഇപ്പൊ പറഞ്ഞോളൂ. അപ്പൊ എന്നെ കളിയാക്കി. എന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് ഇപ്പൊ പറയാണ് 20-ലും താഴെയാണ് ആപ്പിന്റെ അവസ്ഥ ഇപ്പോഴെന്ന്. 20-ലും താഴെയാണ്. 25 എനിക്ക് മനസ്സിലായി ബിജെപിയുടെ താഴെ വന്നു. എന്തായാലും ബി ജെ പി 45 സീറ്റുകളിൽ ബിജെപി 25 രണ്ട് കണക്കാണല്ലോ. വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂറും 7 മിനിറ്റ് പിന്നിടുമ്പോൾ ബി ജെ പി ഈ പറയുന്ന ആ റേഞ്ചിൽ 36 മുകളിലേക്ക് എത്തി 50-നടുത്ത് ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഏതാണ്ട് ഉറപ്പിക്കാം എസ്കേൻ ഇത് ഹരിയാന പോലൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റേ ബാക്കി സ്ഥലങ്ങൾ പോലൊന്നുമല്ല, ഏതാണ്ട് ഉറപ്പിക്കാം അവിടെ പിടിച്ചു. അവിടെ ബി ജെ പി ഡൽഹി പിടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കുറച്ചുകൂടി പ്രൊഡിക്റ്റബിൾ ആണ്, മറ്റേ ഹരിയാന പോലൊന്നുമല്ല. എക്സിറ്റ് പോളുകൾ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലൊരു മണ്ഡലമാണ്, ഒരുപാട് മിഡിൽ ക്ലാസ് ഉള്ള മണ്ഡലമാണ്, ഒരുപാട് തെറ്റാനിടയില്ല. അപ്പൊ ഏതാണ്ട് ബി ജെ പി ഇവിടെ അധികാരത്തിലേക്ക് വരുന്നു. ഇനിയിപ്പോ അവരുടെ ക്യാമ്പിൽ ആരാണ് അടുത്ത ഡൽഹി മുഖ്യമന്ത്രി? അവിടെ ബി ജെ പി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണോ, അതോ ഈ പറയുന്ന പർവേസ് വർമ്മയാണോ, അതോ ഈ പറയുന്ന ആരാണ് മറ്റേ അവിടെ മത്സരിക്കുന്ന ആരാണ്, രമേശ് ബുദൂരിയാണോ അടക്കമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ 3-4 പേർ ബി ജെ പിക്ക് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ആ ചർച്ചകളിലേക്ക് ബി ജെ പി 41 താഴ്ന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 29, ഏറ്റവും അവസാനത്തെ കക്ഷിയിൽ ഇങ്ങനെ ആകെ സീറ്റുകൾ 70, ആം ആദ്മി പാർട്ടി 29, ബി ജെ പി 41, മറ്റുള്ളവരില്ല. വീണ്ടും മാറി 33 ആര്? ആം ആദ്മി പാർട്ടി. ഞാൻ വിചാരിച്ചു തിയേറ്ററിൽ കറണ്ട് പോയൊരവസ്ഥയാണ്. തിയേറ്ററിൽ കറണ്ട് ഒരു പഴം എടുത്ത് കഴിക്കുന്ന നല്ലതായിരിക്കും. ബി ജെ പി 37-ലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ ഓന്ന് വെക്കട്ടെ. വിജയകുമാർ ഈ ഓ വേസ്റ്റ് ആക്കരുത്. അല്ല ഹാഷ്മി പറഞ്ഞ ഹരിയാന പോലും സംഭവിക്കില്ല. കൃത്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും അവസാനത്തെ കക്ഷി ബി ജെ പി 33, ബി ജെ പി 37, ബി ജെ പി 37, ആപ്പ് 33, മറ്റുള്ളവരില്ല. സന്തോഷം. പെട്ടെന്നല്ലേ അതിപ്പോ എന്നാ പറ്റിയേ എന്ന് പറഞ്ഞാൽ 37. ആഷ്മി പറയുന്ന പോലെ എന്തെങ്കിലും ഒരു 3-4 സീറ്റ് എനിക്ക് സത്യം എന്റെ ആമാശയത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഉള്ളിവിളി വന്ന പോലെ. ഈ സമയത്ത് ഏറ്റവും അവസാനം കക്ഷിയില്ല. ആകെയുള്ള സീറ്റ് 70, മാജിക് നമ്പർ 36, ആം ആദ്മി പാർട്ടി 35, ബി ജെ പി 35. ഡൽഹിയിലെ വോട്ടർമാർക്ക് നെഞ്ചിടിപ്പ്. ഈ ഒരു രാഷ്ട്രീയ സന്ദിഗ്ധാവസ്ഥ എങ്ങനെ പറയും? നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത അരമണിക്കൂർ വളരെ ക്രൂഷ്യലാണ്. എന്തും സംഭവിക്കാം. നേരത്തെ പറഞ്ഞത് പിൻവലിക്കണോ? കെട്ടിയിട്ട വേദി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹരിയാന എന്ന് പറഞ്ഞു. മാത്രമല്ല ആ വേദി പാഴാകുമോ എന്ന് നമ്മൾ ചോദിച്ചോളൂ. ഇന്ദ്രപ്രസ്ഥ മുൾമുനയിൽ അവിടെ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 35 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 35 സീറ്റിൽ ബി ജെ പി. 35. ഈ സമയത്ത് ഇപ്പൊ വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി തിരികെ കളിയിലേക്ക് ഗെയിമിലേക്ക് ബാക്ക് ഇൻ ചെയ്യുന്നുവെങ്കിൽ അതെന്തോ സൂചനയാണ്. അതിനെ പറഞ്ഞ കോൺഗ്രസ് ഒരു സ്ഥാനത്തേക്ക് വന്നു, ഹാപ്പിയായി. ആം ആദ്മി പാർട്ടി 34, ബി ജെ പി 35, കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്തതിൽ 35 അല്ലേ?
ലീഡ്, ആപ്പ് ലീഡ്, ആപ്പിന് ലീഡ്. 33. ആപ്പിന് ലീഡ്. ബ്രേക്കിംഗ് ന്യൂസ് Breaking. ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു 36 ഇടത്ത് ലീഡ് ചെയ്യുന്നു BJP 33 ആപ്പ് റിട്ടേൺസ്. ബിജെപി കിതയ്ക്കുന്നു ബിജെപി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ആകെ ഇതാ ആപ്പ് ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്യാണ്. ബിജെപി വോട്ടുകൾ തുടങ്ങി ആദ്യമായി ഹാഫ് മാർക്ക് താഴെ ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് ഈ 8 മണിക്ക് ശേഷം 1 മണിക്കൂർ 11 മിനിറ്റ് പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ 1 മണിക്കൂർ 11 മിനിറ്റ് പിന്നിടുമ്പോൾ ആം ആദ്മി പാർട്ടി ആദ്യമായി മാജിക് നമ്പറിൽ മറികടന്നു. മറികടന്നില്ല 36 ആദ്യമായി ബിജെപി മാജിക് നമ്പർ താഴേക്ക് ബിജെപി താഴേക്ക്. 50 സീറ്റുകളിൽ നിന്ന് ബിജെപി 33ലേക്ക് ഈ സമയത്ത് പോകുന്നുവെങ്കിൽ 22ൽ നിന്ന് 36ലേക്ക് ആപ്പ് അവരുടെ ലീഡ് ഉയർത്തുന്നുവെങ്കിൽ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഡൽഹി. ആം ആദ്മി പാർട്ടി റിട്ടേൺ ആപ്പ് റിട്ടേൺ ഉറപ്പായിട്ടില്ല, പറയാറായിട്ടില്ല. അപ്പോ നമുക്ക് നോക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹിയിലെ കക്ഷി നില ഇങ്ങനെ ആകെ സീറ്റുകൾ 70, ആം ആദ്മി പാർട്ടി 36, ബിജെപി 33, കോൺഗ്രസ് ഓക്കലയിലെ കോൺഗ്രസ് ഓക്കലയിലാണെന്നുള്ള വിശ്വാസത്തിലാണ് ഡൽഹി മലയാളികൾ അറിയിക്കുക. ഓക്കലയിലെ ഒന്ന് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 36 ഏറ്റവും ഈ ഡൽഹിയിലെ മാജിക് നമ്പർ 36 ആണ്. 36 സീറ്റുകൾ കരസ്ഥമാക്കുന്ന ആളിന് അധികാരത്തിൽ വരാൻ കഴിയും. അവിടുത്തെ മാജിക്, ദാറ്റ് ഈസ് എ മാജിക് നമ്പർ.